إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي فيا إخواني والأخوات في الله أوصيكم إياي أولا بتقوى الله അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഞാനേറെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളായിട്ടുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കി അവ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അതറിയാത്തവരിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനത്തിൽ മുന്നിടണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസക്കാലം നാം അനുഷ്ഠിച്ച വ്രതങ്ങളും നമസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി പരലോകത്ത് അല്ലാഹുവിനെ കണ്ടുമുട്ടാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ശക്തമായ ചൂടിലായിരുന്നു നമ്മൾ കുറേ കാലം. ഇന്നലെ രാത്രി പെയ്ത വേനൽ മഴ
അല്പം നമുക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട്. ഇന്നലെയും അതിനു മുന്നിലുള്ള ദിവസങ്ങളിലും നമ്മുടെ സമീപ ജില്ലയായ കൊല്ലം ജില്ലയിൽ 40 ഡിഗ്രി കഴിഞ്ഞിരുന്നു ചൂട്. പണ്ടുകാലത്തൊക്കെ ഗൾഫ് നാടുകളുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത്. ചൂട് ശക്തമാണെന്നും ജോലി ചെയ്യുന്നതിൻ്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയെന്നും സ്കൂളുകളൊക്കെ അവധി നൽകി പ്രവാസികളൊക്കെ നാട്ടിലേക്ക് അവധിയെടുത്ത് പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പ്രവാസ ലോകത്തു നിന്നാണ് കേട്ടിരുന്നത്. എന്നാൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇത്തരം ചർച്ചകൾ കടന്നു വരികയാണ്. ശക്തമായ ചൂടിൽ ജീവിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചൂടിലും അവർക്ക് കൃത്യമായ പാഠങ്ങളുണ്ട് എന്നുള്ളതാണ്. ഭൂമിയിൽ ചൂടിന് കാരണമായി ഭവിക്കുന്ന സൂര്യനെയും സംവിധാനിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നാം ഉറച്ച് വിശ്വസിക്കുന്നു. ഞാൻ ആമുഖമായി ഓതിവെച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമറ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. ഹുവല്ലദീ അവനാകുന്നു ഖലഖൽ ലൈല വന്നഹാറ രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു. വശംസ വൽ ഖമറ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് അല്ലാഹു ആകുന്നു. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ അവ ഓരോന്നും ഓരോ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം രാത്രിയെ സംവിധാനിച്ചത് അല്ലാഹുവാണ്, പകലിനെ സംവിധാനിച്ചതും അല്ലാഹുവാണ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും അല്ലാഹുവാണ് എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഈ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു സൃഷ്ടിച്ച് സംവിധാനിച്ചത് ഭൂമിയിൽ മനുഷ്യന് വസിക്കുവാൻ സാധിക്കുമാറായിട്ടാണ് അതിനെയെല്ലാം അല്ലാഹു ക്രമപ്പെടുത്തിയത്. നോക്കൂ, ആധുനിക പഠനം പറയുന്നത് ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം ഏകദേശം 15 കോടി കിലോമീറ്ററാണ്. 150 മില്യൺ വരും. 15 കോടി കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള അകലം. 15 കോടി കിലോമീറ്റർ അകലത്തിൽ സൂര്യൻ നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ പറയുന്ന സഹിക്കാനാകാത്ത, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഇതുപോലെ ചൂടുള്ളൊരു കാലാവസ്ഥ ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് ഓരോരുത്തരും പറയുന്ന ഈ ചൂട്. അകലെത്ര? 15 കോടിയാണ്. എന്നാൽ സൂര്യൻ ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി അകലെയായിരുന്നുവെങ്കിൽ നമുക്ക് കൊടും തണുപ്പ് കാരണം ജീവിക്കാൻ കഴിയില്ല, മരണം വരെ സംഭവിക്കും. ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്ന് കുറച്ചുകൂടി അകലെ സൂര്യനെ അല്ലാഹു ആക്കിയിരുന്നെങ്കിൽ ചൂട് നഷ്ടപ്പെട്ട് തണുത്ത് വിറച്ച് നമ്മൾ മരണപ്പെട്ടു പോകുമായിരുന്നു. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി അടുത്തായിരുന്നുവെങ്കിൽ നമുക്ക് കൊടും ചൂട് കാരണം അപ്പോഴും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായേനെ. ഇപ്പൊ 15 കോടി കിലോമീറ്ററാണ് അല്ലാഹു ഇപ്പം നിശ്ചയിച്ചത്. ഈ 15 കോടി കിലോമീറ്റർ കൂടുന്നതും അത് കുറയുന്നതും ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് ശാസ്ത്രലോകം നമ്മളെ അറിയിക്കുകയാണ്. ആലോചിച്ച് നോക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. ഈ ചൂടൊക്കെ അനുഭവിക്കുമ്പോഴും ഒരുപാട് പ്രയാസങ്ങൾ അതിലുണ്ടാകുമ്പോഴും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ അല്പം പോലും നമ്മൾ കുറച്ച് കാണാൻ പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, സൂര്യൻ രാവിലെ കിഴക്കുദിച്ച് വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന രീതിയിലാണ്
അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. സൂര്യൻ്റെ ഈ സഞ്ചാരമാണ് രാത്രിയെയും പകലിനെയും ഉണ്ടാക്കുന്നത്. ഇവിടെ പകൽ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഈ കൊടും ചൂടത്ത് ഭൂമിയിൽ വസിക്കാൻ നമ്മൾ വിധിക്കപ്പെടുമായിരുന്നു. പകല് മാത്രമേ ഉള്ളൂ, രാത്രിയില്ല. അള്ളാഹു സൂര്യൻ എന്ത് ചെയ്യുന്നില്ല? സഞ്ചരിപ്പിക്കുന്നില്ല, ഒരു സ്ഥലത്ത് തന്നെ നിർത്തുന്നു, പകൽ മാത്രം. ആ പകൽ സമയത്തുള്ള ചൂട് അനുഭവിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നേനെ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, അള്ളാഹു അവൻ്റെ തീരുമാനമനുസരിച്ച് രാപ്പകലുകളെ മാറ്റി കൊണ്ടുവരുന്നു. രാത്രി നമുക്ക് വിശ്രമിക്കാൻ, ക്ഷീണം മാറ്റാൻ, പകൽ നമ്മൾക്ക് അധ്വാനിക്കാൻ, വിവിധ കാര്യങ്ങളിൽ ഏർപ്പെടാൻ, സമ്പാദിക്കാൻ, ഇതിനൊക്കെയായിട്ട് പകലിനെ നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദാ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിളിയാ അഫലാ തസ്മഊൻ. വളരെ കൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നബിയെ അവരോട് പറയുക, അറഅയ്തും, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? എന്താ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞത്? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദ, അല്ലാഹു സുബ്ഹാനഹു തആല രാത്രിയെ ശാശ്വതമായി നിലനിർത്തിയിരുന്നുവെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു തആല രാത്രിയെ ശാശ്വതമായി നിലനിർത്തിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിളിയാ, അല്ലാഹു അല്ലാതെ ഏത് ഇലാഹാണ്, ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തരുന്നത്? നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തരുന്നത്. വെളിച്ചത്തിൻ്റെ പ്രകാശത്തിൻ്റെ ഉപയോഗം ഈ മിമ്പറിൽ നിന്ന് തന്നെ ഒരു ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ മിമ്പറിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ് സൂര്യപ്രകാശം കൊണ്ടുള്ള മനുഷ്യൻ്റെ പ്രയോജനം. അപ്പം അല്ലാഹു പറയുകയാണ്, ഈ രാത്രിയെ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചത്തെ ആര് കൊണ്ടുവരുമായിരുന്നു? അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ എന്ന് റബ്ബ് സുബ്ഹാനഹു തആലയുടെ ചോദ്യം. നോക്കൂ, അടുത്തതിൽ കാണാം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാർ സർമദൻ ഇലാ യൗമിൽ ഖിയാമ മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിലൈലിൻ തസ്കുനൂന ഫീഹി അഫലാ തുബ്സിറൂൻ. ഖുൽ, നബിയെ അവരോട് വീണ്ടും പറയുക, അറഅയ്തും, നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ, അല്ലാഹു സുബ്ഹാനഹു തആല പകലിനെ മാത്രം ശാശ്വതമാക്കി നിങ്ങളുടെ മുന്നിൽ നൽകിയിരുന്നുവെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ പകല് മാത്രമായിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിലൈൽ, ആരാധ്യന്മാരിൽ അല്ലാഹു ഒഴികെയുള്ള ആരാണ് നിങ്ങൾക്ക് രാത്രിയെ കൊണ്ടുവരുന്നത്? തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സമാധാനമടയാൻ വേണ്ടി. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? അല്ലാഹുവിൻ്റെ ചോദ്യമാണ്. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ, മനുഷ്യന് എല്ലാ കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിച്ച് ക്ഷീണിക്കുമ്പോൾ വിശ്രമിക്കുവാൻ വേണ്ടി ഒരു രാവിനെയും ഏർപ്പെടുത്തി തന്നത് അടിമകളുടെ മേൽ, മനുഷ്യൻ്റെ മേൽ അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നോക്കൂ, അടുത്ത ആയത്തിൽ കാണാം, വമിൻ റഹ്മതിഹി, അവൻ്റെ കാരുണ്യത്താൽ, ജഅല ലക്കുമുൽ ലൈല വന്നഹാറ ലിതസ്കുനൂ ഫീഹി വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. അവൻ്റെ കാരുണ്യത്താൽ അള്ളാഹു നിങ്ങൾക്ക് രാപ്പകലുകളെ ഉണ്ടാക്കി തന്നു. ലിതസ്കുനൂ ഫീഹി, നിങ്ങളിൽ അതിൽ സമാധാനമടയാനും, വതബ്തഗൂ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് തേടാനും, നിങ്ങൾക്ക് മഈശത്തിനും വേണ്ടി, ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടി. അപ്പം ശക്തമായ ചൂടിൽ ജീവിക്കുമ്പോഴും രാത്രി ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതം സുഖകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ നൽകപ്പെട്ടതാണ് രാപ്പകലുകളെന്ന ഉത്തമ ബോധ്യം. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയണം. ആ രൂപത്തിലാണ് പ്രകൃതിയുടെ മാറ്റങ്ങളെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും നമ്മൾ കാണേണ്ടത്.
നോക്കൂ, അന്ത്യനാൾ സംഭവിക്കുമ്പോൾ സൂര്യൻ ഇല്ലാതാകുന്നു, നശിച്ചു പോകുന്നു എന്നുള്ളത് പരിശുദ്ധ ഖുർആനിലൂടെ നാം മനസ്സിലാക്കിയതാണ്. സൂര്യൻ ചുറ്റിപ്പൊതിഞ്ഞ് പോകുന്ന ഒരവസ്ഥയുണ്ടാകും. വിശുദ്ധ ഖുർആനിൽ കാണാം, ഇദ ശംസു കുവ്വിറത്, സൂര്യൻ ചുറ്റിപ്പൊതിയുമ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ തഫ്സീറിൽ കാണാം, അതിൻ്റെ ആ കിരണങ്ങൾ, അതിൻ്റെ പ്രഭ നഷ്ടപ്പെട്ടു പോകും, സൂര്യൻ പ്രകാശിക്കാതാകും. ഇദ ശംസു കുവ്വിറത്, ആ അവസ്ഥയുണ്ടാകും. അതാണ് അന്ത്യനാൾ. അതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന കാരുണ്യം നഷ്ടപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ തീരുമാനം ആ വിഷയത്തിൽ വരും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഒരു കാരണവശാലും ചൂട് കാലത്ത് ചൂട് സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ നാവിലൂടെ നശിച്ച ചൂട്, ഇതെന്തൊരു കാലമാണെന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും കാലത്തെ നമ്മൾ പഴിക്കാൻ പാടില്ല. സാധാരണ ആളുകളിൽ നിന്ന്, അറിവില്ലാത്തവരിൽ നിന്ന് അത്തരം വർത്തമാനങ്ങൾ വരും. ആ വർത്തമാനങ്ങൾ കേട്ട് ചിലപ്പോഴൊക്കെ നമ്മളും അറിയാതെ മനസ്സുകൊണ്ട് വിചാരിക്കുകയോ അല്ലെങ്കിൽ നാവിലൂടെ പുറത്തു വരികയോ ചെയ്യും. സൂക്ഷിക്കണം. ഒരിക്കലും കാലത്തെ പഴിക്കാൻ പാടില്ല. ചൂടുകാലത്തെയോ തണുപ്പ് കാലത്തെയോ മറ്റേത് കാലത്തെ ആയാലും പഴിക്കാൻ പാടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്, അല്ലാഹു പറയുന്നു, യസുബ്ബു ബനി ആദമ അദ്ദഹർ, ആദമിന്റെ പുത്രൻ എന്നെ ശല്യപ്പെടുത്തുന്നു, അതായത് ചീത്ത പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വ അനദ്ദഹർ, ഞാനാകുന്നു കാലം. ആദമിന്റെ പുത്രൻ കാലത്തെ ശകാരിക്കുകയാണ്, കാലത്തെക്കുറിച്ച് കുറ്റം പറയുകയാണ്, ശപിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വ അനദ്ദഹർ, ഞാനാകുന്നു കാലം. ബിയദിൽ ലൈലു വന്നഹാർ, രാത്രിയെയും പകലിനെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. രാത്രിയെയും പകലിനെയും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ്. കാലമെന്ന് വെച്ചാൽ ഞാനാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും കാലത്തെ പഠിക്കാൻ പാടില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ചൂട് കടുക്കുന്നതിന് ഭൗതികകരമായ പല കാരണങ്ങളും ഉണ്ടാകാം. ആഗോളതാപനം, അങ്ങനെ പല കാരണങ്ങൾ ചൂട് കൂടുന്നതിലുണ്ടാകാം. ചൂട് അല്പം കൂടുമ്പോൾ ആളുകൾ ആ ചൂടിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി എയർ കണ്ടീഷനിലും മറ്റും ഓഫീസുകളിലും താമസ സ്ഥലങ്ങളിലും മറ്റ് ജോലി സ്ഥലങ്ങളിലും വെക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു. അതെല്ലാം നമുക്കറിയാം. എന്നിരുന്നാൽ പോലും എല്ലാ കാലത്തും കഠിനമായ ചൂടും കഠിനമായ തണുപ്പും ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വചനത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ശക്തമായ ചൂട് എങ്ങനെ ഉണ്ടാകുന്നു, ശക്തമായ തണുപ്പ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താ ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ, ഇഷ്തകത്തിൻ നാറു ഇലാ റബ്ബിഹാ, നരകമൊരിക്കൽ അതിൻ്റെ റബ്ബിനോട് ആവലാതി പറഞ്ഞു. എന്താ ആവലാതി? ഫഖാലത്, നരകം പറഞ്ഞു, റബ്ബി അകല ബഅലി ബഅലൻ, നരകമൊരിക്കൽ അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞു. എന്താ പറഞ്ഞത്? എൻ്റെ റബ്ബേ, എൻ്റെ ചില ഭാഗങ്ങളെ തിന്നുകയാണ്, ചില ഭാഗങ്ങളെ തിന്നുകയാണ്. ഫഅദിന ലഹാ ബിനഫസൈൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന് 2 നിശ്വാസമിടാനുള്ള അനുമതി നൽകി. നഫസിൻ ഫിശ്ശിതാ, ഒന്നാമത്തെ നിശ്വാസം എന്ന് പറഞ്ഞാൽ ശൈത്യകാലത്തുള്ള നിശ്വാസമാണ്. വനഫസിൻ ഫിസ്സൈഫ്, രണ്ടാമത്തത് വേനൽക്കാലത്തെ ചൂടുകാലത്തുള്ള നിശ്വാസമാണ്. ഫഅശദ്ദു മാ തജിദൂന ഫിൽ ഹർരി വഅശദ്ദു മാ തജിദൂന മിനൽ സംഹരീൻ, അപ്പോൾ അതികഠിനമായ ചൂട് നിങ്ങൾ അനുഭവിക്കുന്നത് അതിൻ്റെ ചൂട് കാറ്റാണ്. നരകം ഒരിക്കൽ നിശ്വാസം ഇടുമ്പോൾ ചൂട് കാറ്റ് പുറത്തു വരുന്നു, അതാണ് ശക്തമായ ചൂട് നിങ്ങൾ അനുഭവിക്കുന്നത്. മറ്റൊരു നിശ്വാസം ഇടുന്ന സമയത്ത് തണുപ്പ് പുറത്തു വരുന്നു, അതാണ് നിങ്ങൾ അതിശൈത്യമായി അനുഭവപ്പെടുന്നത്. അല്ലാഹു നരകത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നരകം ആവലാതി പറഞ്ഞപ്പോൾ 2 നിശ്വാസത്തിനുള്ള അനുമതി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അതിലൊന്ന് നമ്മൾ നിശ്വാസമിടാറുണ്ട്, ഒരു നിശ്വാസമാണ് ചൂടായി പുറത്തു വരുന്നത്, മറ്റൊന്നാണ് തണുപ്പായി പുറത്തു വരുന്നത്. ഒരു നിശ്വാസത്തിന് എത്ര ചൂടുണ്ട്, അത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ
ആ നരകാഗ്നിയുടെ ചൂട്, അതിൻ്റെ താപം എത്രയാണ് എന്നുള്ളത് പ്രിയമുള്ള സഹോദരന്മാരെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒരിക്കൽ യാത്രയിലാകുന്ന സമയത്ത് ളുഹർ നമസ്കാരത്തിൻ്റെ സമയമായി. അപ്പോൾ മുഅദ്ദിൻ ബാങ്ക് വിളിക്കാൻ പോയി. ശക്തമായ ചൂടുള്ള അവസ്ഥയാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ പോയപ്പോൾ സ്വഹാബത്തിനോടായി പറയുന്നു, എന്താ പറയുന്നത്? ഫഅബ്രിദൂ ബിസ്സലാ ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. എന്ത് ചെയ്യൂ? ളുഹർ നമസ്കാരത്തെ അല്പം പിന്തിപ്പിക്കൂ. ളുഹർ നമസ്കാരത്തെ അല്പം പിന്തിപ്പിക്കൂ. അങ്ങനെ അന്തരീക്ഷം തണുത്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ളുഹർ നമസ്കാരം നിർവഹിച്ചത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്തെ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, സൂര്യൻ്റെ ചൂട് സഹിക്കാൻ വരാതെ വരുമ്പോൾ നമുക്ക് മറ്റു ചില മാർഗങ്ങൾ സ്വീകരിക്കാം. ഈ ഭൗതിക ലോകത്ത് എയർ കണ്ടീഷനിൽ കയറിയിരിക്കാം, മരച്ചുവട്ടിൽ നമുക്ക് അഭയം പ്രാപിക്കാം, അല്ലെങ്കിൽ കുളത്തിലിറങ്ങി വെള്ളത്തിൽ കിടക്കാം, സ്വിമ്മിംഗ് പൂളിൽ കിടക്കാം, ഇതെല്ലാം ചെയ്യാം. എന്നാൽ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാശ്വാസവും കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. അവിടെ നമുക്കൊരു സഹായവും ലഭിക്കുകയില്ല. അതുകൊണ്ട് ആ നരകത്തിൻ്റെ ചൂടിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തയായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരു മാസക്കാലം രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ നമ്മൾ അധ്വാനിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? സ്വർഗത്തിന് വേണ്ടിയായിരുന്നു. ആ സ്വർഗം ലഭിച്ചില്ലെങ്കിൽ പിന്നെ ഓരോ മനുഷ്യനും ലഭിക്കുന്നത് അള്ളാഹുവിൻ്റെ കോപം നിറയ്ക്കപ്പെട്ട കത്തിയാളുന്ന നരകമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഓരോ ആരാധനകൾ നിർവഹിക്കുമ്പോഴും ചിലപ്പോഴൊക്കെ നമുക്ക് പ്രയാസമുണ്ടാകാറുണ്ട്. കുടുംബത്തെ പിരിഞ്ഞിരിക്കേണ്ടി വരും. ചിലപ്പോൾ ജോലിക്ക് പോകാൻ കഴിയാതെ വരും. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചില ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ആവലാതിപ്പെട്ട് പ്രയാസപ്പെട്ട് അത്രയും നന്മയുടെ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലല്ല, മറിച്ച് ഏതു സമയത്തും ഓരോ നന്മ ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. നരകത്തിൻ്റെ ഒരു നിശ്വാസം അതുപോലും എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മനുഷ്യനും കല്ലുകളും കത്തിക്കപ്പെടുന്ന ഇന്ധനമാകുന്ന ആ നരകത്തിയിൽ ശാശ്വതമായി കഴിയേണ്ടി വരും. കരിക്കട്ടയേക്കാൾ കറുത്തുപോയ രൂപത്തിൽ, വികൃതമായ രൂപത്തിൽ കഴിയേണ്ടി വരും. ആ നമ്മുടെ തൊലികൾ വെന്തുരുകുമ്പോഴും പകരം അടുത്ത തൊലികൾ തന്നുകൊണ്ട് ആ ശിക്ഷകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതിക്കേൽപ്പിച്ചുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്സാരമായി പറയുന്നവരൊക്കെ ഉണ്ടാകും. എൻ്റെ ഇന്ന കൂട്ടുകാരും എൻ്റെ ഉന്ന ഉസ്താദും എൻ്റെ കുടുംബക്കാരും ഇല്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട, അവരെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലാണ് എന്നുള്ളതാണ്. നരകത്തിൻ്റെ ചെറിയ ശിക്ഷയെക്കുറിച്ച് പോലും കൃത്യമായ ബോധ്യമില്ലാത്തവരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു മിനിറ്റ് സമയമുണ്ടല്ലോ, ഒരു മിനിറ്റ് സമയം ആ നരകത്തിൽ കിടക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറായിട്ട്. ഗൗരവമായി കാണണം. ഈ ദുനിയാവിൽ എത്ര നഷ്ടങ്ങൾ സംഭവിച്ചാലും, മരച്ചുവട്ടിൽ കിടന്നുറങ്ങിയാലും, കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയാലും, ആ നരകത്തിയിലേക്ക് ആപതിച്ചു പോകുന്ന അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവർത്തനം, ഒരു ചിന്ത, ഒരു സംസാരം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന് അടിക്കടി പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. എപ്പോഴെങ്കിലും അല്ല, ഏതെങ്കിലും റമദാൻ മാസത്തിൽ മാത്രമല്ല. റമദാൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയ ലൈഫ്, മൊബൈൽ ഫോണിൽ നോക്കുന്നു എന്ന് പരിശോധിച്ച് നോക്കിയേ. ഏതൊക്കെ കാര്യങ്ങളാ? നമസ്കാരത്തിൻ്റെ ആ സമയക്രമങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന അളവൊന്ന് പരിശോധിച്ച് നോക്കിയേ. 2 ദിവസമേ ആയുള്ളൂ. മനുഷ്യന് ഓരോ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മറക്കാൻ കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും വേണം. ഒരു മരണം സംഭവിച്ചാലും ഒരാഴ്ച വരെയൊക്കെ ദുഃഖമാകും. അത് കഴിയുമ്പോൾ നോർമൽ ലൈഫിലേക്ക് വരും. ഇത് 2 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ. ഓരോരുത്തരും, ഞാൻ എന്നെയും നിങ്ങളെയും ഒന്ന് പരിശോധിച്ച് നോക്കൂ. പിശാചുക്കളെ കെട്ടഴിച്ചു വിട്ടു. അതോടുകൂടി നമ്മുടെ കൺട്രോളും പോയി. ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്.
നരകത്തീയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വേണം. ശക്തമായ ചൂടിൽ ജീവിക്കുമ്പോൾ അതിനെ നരകത്തീയോട് സാമ്യപ്പെടുത്തണം. തുല്യമാക്കാൻ കഴിയില്ല, സാമ്യത പറയാൻ കഴിയില്ല. അതിനേക്കാൾ ഇരട്ടിയിലധികം ചൂടാണ് നരകത്തീയിലുള്ളത് എന്ന് പ്രിയമുള്ള സഹോദരന്മാരെ മനസ്സിലാക്കണം. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം നോക്കണം. നോക്കൂ, മഹ്ശറയിൽ ഒരു നിൽപ്പുണ്ട്. മഹ്ശറയിൽ ഒരു നിൽപ്പുണ്ട്. കാലങ്ങളോളം നിൽക്കും. കാലങ്ങളോ റബ്ബിന്റെ തീരുമാനം വരുന്നത് വരെ സ്വർഗാവകാശികളെയും നരകാവകാശികളെയും വിചാരണ ചെയ്ത് വേർതിരിക്കുന്നത് വരെ ഭീകരമായ ഒരു അവസ്ഥയിൽ 1000 കൊല്ലങ്ങളെക്കാൾ അധികം നിൽക്കേണ്ടി വരും. സൂര്യൻ ഇങ്ങനെ ഇതിനേക്കാൾ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഇതിനേക്കാൾ അടുത്തായിട്ട് നിൽക്കും. ഓരോരുത്തരും അവരുടെ പാപങ്ങൾ അനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ചിലർ കാലോളം, മുട്ടോളം, അരയോളം അങ്ങനെ അവരുടെ പാപം അനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ഇങ്ങനെ നിൽക്കും. 1 മണിക്കൂറാണോ, 1 മാസമാണോ, 1 വർഷമാണോ? അല്ല. അവിടെ അള്ളാഹുവിൻ്റെ തണലിൽ ചില ആളുകൾക്ക് ലഭിക്കും. അള്ളാഹുവിൻ്റെ തണലിൽ ചില വ്യക്തികൾക്ക് ലഭിക്കും. അതിലൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലിംറിഹിം ഫീ ളില്ലിൻ സദഖതിഹി ഹത്താ യുഫ്സല ബൈനന്നാസ്. പരലോകത്തോരോ മനുഷ്യനും അവൻ്റെ സ്വതക്കയുടെ തണലിലായിരിക്കും. ജനങ്ങൾക്കിടയിൽ വേർതിരിവുണ്ടാകുന്നത് വരെ, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വിധി നടപ്പിലാക്കുന്നത് വരെയും ഓരോരുത്തരും അവരുടെ സ്വതക്കയുടെ തണലിലായിരിക്കും. അന്ന് ഓരോരുത്തരും വിചാരിച്ചു പോവും, കുറച്ചുകൂടി കൊടുത്തിരുന്നെങ്കിൽ. ഇപ്പം കണക്ക് നോക്കിയല്ലേ കൊടുക്കുന്നത്. ഒരു പരിക്കും പറ്റാതെ, അനന്തരാവകാശികൾക്ക് ഒരു കേടും വരാതെ, അതേപോലെ നമ്മുടെ സമ്പാദ്യത്തിന് വലിയ പരിക്കൊന്നും വരാതെ, എന്നാൽ കൊടുത്തതായി ആ രൂപത്തിലല്ലേ. എന്നാൽ ആ മഹ്ശറയിൽ നിൽക്കുമ്പോൾ അള്ളാഹു തണലിട്ട് കൊടുക്കും. ആ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം സ്വതക്ക നൽകിയ ആളുകളാണ്. ആ സ്വതക്കയുടെ തണലിലായിരിക്കും. അന്ന് നിന്ന് ഖേദിക്കാതിരിക്കാൻ, കുറച്ചുകൂടി കൊടുത്തിരുന്നുവെങ്കിൽ എനിക്ക് തണൽ ലഭിക്കുമായിരുന്നു എന്ന് പറയാതിരിക്കണമെങ്കിൽ ഈ ദുനിയാവിൽ സ്വതക്കകൾ നൽകാനുള്ള അവസരം വരുമ്പോൾ ധാരാളമായി നൽകണം. അത് റമദാൻ കൊണ്ട് സ്റ്റോപ്പാക്കാൻ പാടില്ല. നേരത്തെ കർമ്മങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ റമദാനിലൂടെ അത് നേടിയെടുത്തതാണ്. പ്രത്യേകമായ ഒരു മനസ്സ്, ഔദാര്യത്തിൻ്റെ ഒരു മനസ്സ്. അത് പ്രിയമുള്ളവരെ തുടർത്തിക്കൊണ്ടു പോകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ഈ രൂപത്തിൽ ഏത് സമയത്തും നരകാഗ്നിയെക്കുറിച്ചുള്ള ഭയന്ന ഒരവസ്ഥയിൽ മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോകണം. ചെറിയൊരു മഴ നമുക്ക് ആശ്വാസം നൽകിയെങ്കിൽ ആ പരലോകത്ത് എന്തൊക്കെയാണോ ഒരാൾക്ക് തണലാകുന്നത്, ആശ്വാസമാകുന്നത്, പ്രവാചക തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ടോ, ആ വിഭാഗത്തിലെല്ലാം ഉൾപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ സഹോദരി സഹോദരന്മാരെയും ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണാനന്തര ജീവിതത്തിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും നരകത്തിയിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹ്ശറയിൽ എരിവയിൽ കൊള്ളുന്ന വെയിലത്ത് നിൽക്കുമ്പോൾ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ 7 വിഭാഗത്തിലും ഉൾപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇന്നു മുതൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഹദീസ് പ്രകാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സബഅത്തുൻ യുളില്ലുഹുമുല്ലാഹു തആല ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തണലല്ലാതെ മറ്റൊരു തണലും കിട്ടാത്ത ആ ദിവസം പ്രത്യേകമായി തണലിട്ട് കൊടുക്കുന്നു. 7 വിഭാഗം ആളുകൾ. അതിൽ ഒന്നാമത്തെ വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരിയാണ്. നീതിമാനായ ഭരണാധികാരി. ഭരണചക്രം തിരിക്കാനുള്ള അധികാരം കയ്യിൽ കിട്ടുമ്പോൾ തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കുഞ്ചിത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകൾക്കല്ല ഈ തണൽ ലഭിക്കുന്നത്. നീതിപൂർവം
തൻ്റെ പ്രജകൾക്കിടയിൽ വിധി കൽപ്പിക്കുന്ന ഭരണം നടത്തുന്ന നീതിമാനായ ഭരണാധികാരി. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കുന്ന വേളയിൽ നീതിമാനായ ഭരണാധികാരി എന്ന ഗണത്തിൽ ഒരു കുടുംബനാഥൻ വരും, ഒരു ഓഫീസിൻ്റെ മേലധികാരി വരും. ഇങ്ങനെ ചുമതല ഏൽപ്പിക്കപ്പെട്ട കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി എന്ന് പറഞ്ഞ ആ എല്ലാ ഭരണകർത്താക്കളും അതിൽ വരും. കുടുംബത്തിൽ ഭരണം നടത്തുന്നത് കുടുംബനാഥനാണ്. ആ കുടുംബനാഥൻ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ അവരോട് നീതി കാത്തു സൂക്ഷിക്കണം. ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ അവരോട് നീതി കാത്തു സൂക്ഷിക്കണം. കുടുംബാംഗങ്ങളോട് നീതി പാലിക്കാനായിട്ട് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ കിട്ടും. സമയക്കുറവ് മൂലം പെട്ടെന്ന് പറഞ്ഞു പോകുകയാണ്. 2 വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹി അസ്സ വജല്ല. യുവാവാണ്, യുവതിയാണ്. എന്താ ആ യുവാവിൻ്റെ പ്രത്യേക? അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് വളർന്നു വരുന്ന യുവാവ്. യുവത്വ കാലഘട്ടം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ആ സന്ദേശം മാലോകർക്ക് എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർ, അല്ലാതെ കളിയിലും വിനോദത്തിനും തമാശയിലും കൂട്ടുകെട്ടിലുമായി ഇബാദത്തുകളിൽ നിന്നും മാറി തിന്മയുടെ വഴിയെ സഞ്ചരിക്കുന്ന ആളുകളല്ല. നന്മയുടെ വഴിയെ സഞ്ചരിക്കുന്ന, ഇബാദത്ത് ചെയ്യുന്ന. സൂറത്ത് കഹ്ഫിൽ കുറച്ച് യുവാക്കളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അവർ ചില യുവാക്കളായിരുന്നു. ആമനൂ ബിറബ്ബിഹിം, അവർ അവരുടെ റബ്ബിങ്കൽ അചഞ്ചലമായി വിശ്വസിച്ചു. വസിദ്നാഹും ഹുദാ, ആ വിശ്വസിച്ച കാരണത്താൽ അവർക്ക് സന്മാർഗം നാം സിയാദത്ത് നൽകി, അതിൽ വർധനവ് നൽകി എന്ന് പറഞ്ഞ യുവാവ്. നമ്മൾ പല ആളുകളും യുവാക്കളാണ്. ആയുസ് വെറുതെ പാഴാക്കി കളയാൻ പാടില്ല. നാളെ അർശിൻ്റെ തണൽ കിട്ടണമോ റബ്ബിൻ്റെ ദീനിൻ്റെ വഴിയെ സഞ്ചരിക്കണം. 3 വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്. ഒരു മനുഷ്യനാണ്, എന്താ അവൻ്റെ പ്രത്യേകത? അവൻ ഹൃദയം ചേർത്ത് വെച്ചത് അള്ളാഹുവിൻ്റെ ഭവനവുമായിട്ടാണ്. അവൻ്റെ ഹൃദയബന്ധം അള്ളാഹുവിൻ്റെ ഭവനവുമായിട്ടാണ് അവൻ്റെ ഹൃദയബന്ധം. ഒഴിവു സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വന്നിരുന്നു കൊണ്ട് വുദൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്ത് ദുആ ചെയ്ത് അള്ളാഹുവിൻ്റെ പള്ളിയുടെ ഖിദ്മത്തിന് വേണ്ടി നടക്കുന്ന ആളുകൾ, ആ പള്ളിയുടെ നിർമ്മാണം, ആ പള്ളിയുടെ പരിപാലനം, അങ്ങനെ പള്ളിയുമായി ഹൃദയബന്ധം ചേർത്തവർ, അവർക്ക് അർശിൻ്റെ തണൽ കിട്ടും. അടുത്തത് വറജുലാനി തഹബ്ബാ ഫില്ലാഹ് ഇജ്തമഅ അലൈഹി വതഫറഖ അലൈഹി. 2 ആളുകളാണ്, അവർക്ക് അതികഠിനമായ സ്നേഹവും ഇഷ്ടവുമാണ്. ആ 2 ആളുകൾ അവർ പരസ്പരം ഒത്തുചേർന്നത്, അവർ പരസ്പരം ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരുന്നു. അവരെ തമ്മിൽ അടുപ്പിച്ചത് എന്താ? അള്ളാഹ്, ദീനുൽ ഇസ്ലാം. അള്ളാഹുവിന് വേണ്ടി പരസ്പരം ഇഷ്ടപ്പെടുകയും അടുക്കുകയും ചെയ്തവരാണ്. എന്നാൽ അവർ ജീവിതം മുന്നോട്ട് പോയപ്പോൾ അള്ളാഹുവിൽ നിന്നൊരാൾ തെറ്റിപ്പോയി. അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തന്നെ അവർ തമ്മിൽ വേർതിരിയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള 2 ആളുകൾക്കും അർശിൻ്റെ തണൽ കിട്ടും. അടുത്തത് വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാലിൻ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. സൗന്ദര്യവും സ്ഥാനമാനങ്ങളുമുള്ള ഒരു സ്ത്രീ അഭിഹിതമായ വേഴ്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നു. സൗന്ദര്യമുണ്ട്, ഉന്നത കുലജാതയാണ്, എല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന പെണ്ണാണ്. എന്നാൽ അഭിഹിതത്തിന് വേണ്ടി ഒരു പുരുഷനെ ക്ഷണിച്ചപ്പോ അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ആ മനുഷ്യൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ മോശം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിന്ന പുരുഷൻ, അവനും അത് ലഭിക്കുന്നു. അടുത്തത് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു. ഒരു മനുഷ്യനാണ്, അയാളുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വതക്ക നൽകും. പക്ഷെ ആ സ്വതക്കയുടെ പ്രത്യേകത, വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് അയാളുടെ ഇടത് കൈ പോലും അറിയില്ല. അത്രയും ഗോപ്യമായ രൂപത്തിൽ, അത്രയും രഹസ്യമായ രൂപത്തിൽ, ആരും അറിയാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് സ്വതക്ക നൽകുന്നവർ, അങ്ങനെയുള്ളവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നു. ഇതാരും അറിഞ്ഞില്ലെങ്കിലോ? ചിലപ്പോഴൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ പരിസരത്തേക്കുന്നവരൊക്കെ അറിയും. നീ ആരും അറിയാതെയാണ് കൊടുക്കാൻ സാഹചര്യം കിട്ടുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു പരസ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അവരെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വൽ അദാ
നിങ്ങൾ മഞ്ഞുകൊണ്ടും മത കൊണ്ടും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയരുത്. ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളതാണ് അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗം. അടുത്തതെന്താ? വറജുലുൻ ദക്കറല്ലാഹ് ഖാലിയൻ ഫഫാളത് ഐനാഹു. ഒരു മനുഷ്യൻ ദക്കറല്ലാഹ്, അവൻ അല്ലാഹുവിനെ ഓർക്കും. ഒഴിഞ്ഞിരുന്നു കൊണ്ട്, ഏകനായിരുന്നു കൊണ്ട് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകളുള്ള മനുഷ്യൻ ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടോ? വലിയൊരു സദസ്സിൽ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷകന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. പക്ഷേ ഒഴിഞ്ഞിരുന്നു കൊണ്ട് അള്ളാഹു തൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ ഓരോന്നായി ഏറ്റുപറഞ്ഞുകൊണ്ട് തിരിച്ചു കാണിക്കുന്ന നന്ദികേടുകളെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞ കണ്ണുകളുമായി ഒറ്റയ്ക്കിരിക്കാൻ ഒരു മനുഷ്യന് കഴിയുന്നുവെങ്കിൽ അവന് നാളെ അർശിൻ്റെ തണൽ കിട്ടുന്ന ഒരു വിഭാഗമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതാണ് 7 വിഭാഗം. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. അതൊരു വല്ലാത്തൊരു തണലാണ്. വല്ലാതെ എന്തെങ്കിലും ഒരു തണൽ കിട്ടുമോ എന്നാഗ്രഹിച്ച് ഇതിനേക്കാൾ ശക്തമായ ചൂട്. ഇപ്പോൾ നമ്മളും സൂര്യനും തമ്മിലുള്ള അകലം എത്രയാണ് എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. 15 കോടി കിലോമീറ്റർ അകലമാണ്. ഇതോ ഒരു മൈലാണ്. ഹദീസിൽ വന്ന ഒരു മൈൽ എന്നാണ്. ഹദീസ് വിശദീകരിക്കുന്ന വേളയിൽ പണ്ഡിതന്മാർ സുറുമ ഇടുന്ന ഒരു കോലിനെ മൈൽ എന്ന് പറയും. അതാണെന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ എത്ര വലിപ്പം ഉണ്ടാവും എന്നറിയാൻ പറ്റും. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നരകാഗ്നിയെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മളെ ഉറക്കം കെടുത്തണം. നമ്മൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ പ്രത്യേകമായി വെച്ച ഒരു അലാറമുണ്ട്, ഒരു സമയം. ഓഫാക്കിയോ? എത്ര പേര് ഓഫാക്കി? ആലോചിച്ച് നോക്കണം. ഓഫാക്കി എങ്കിൽ ഗൗരവമാണ്. ഒരിക്കലും ഓഫാക്കാൻ പാടില്ല. അത്താഴത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമാക്കി വെച്ച ആ സമയം നമ്മൾ ഓഫാക്കാൻ പാടില്ല. ഞാനും നിങ്ങളും ഓഫാക്കാൻ പാടില്ല. ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ഓണാക്കണം. എന്നിട്ട് ആ സമയത്ത് കഴിയുന്ന രൂപത്തിൽ 3, 5, 7, 9, 11 റക്അത്ത് എത്രയാണോ കഴിയുന്നത് സ്ഥിരമായിട്ട്. 3 കഴിയുന്നു, ഉറക്കത്തിൽ നിന്നുകൊണ്ട് അത്രേ പറ്റൂ, മതി. അങ്ങനെ സ്ഥിരമായി ദായിമായി ചെയ്യുന്നതാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളത്. ഓഫാക്കിയെങ്കിൽ 2 വിഭാഗം ആളുകളെ കുറിച്ച് അഹ്ല റമദാൻ ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. റബ്ബാനികളും റമദാനികളും. റമദാനികൾ എന്ന് പറഞ്ഞാൽ റമദാൻ സ്പെഷ്യൽ ചില ആളുകളുണ്ട്. ആ കൂട്ടത്തിലാണോ നമ്മൾ? എങ്കിലും ഓഫാക്കി കാണും. റബ്ബാനികളാണെങ്കിലോ അവർക്ക് പിന്നെ റമദാനിലും അതേ ജീവിതം തന്നെയാണ്. പല ആളുകളും പല പല നന്മകൾക്കും തുടക്കമിട്ടത് റമദാൻ മാസത്തിലാണ്, അല്ലേ? നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. എത്ര നന്മയ്ക്ക് നമ്മൾ തുടങ്ങിയത് റമദാൻ മാസത്തിലാണ്. നമസ്കാരം ഞാൻ തുടങ്ങിയത് റമദാൻ മാസത്തിലാണെന്ന് പറയാൻ കഴിയുന്നവരുണ്ട്. നോമ്പെടുക്കാൻ ആദ്യമായിട്ട് തുടങ്ങിയത് റമദാൻ്റെ നോമ്പെടുത്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുന്നവരുണ്ട്. എത്രയോ തിന്മകളോട് രാജി പറഞ്ഞതും പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് എന്ന് പറയാൻ കഴിയുന്ന എത്ര ആളുകളുണ്ട്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ നേടിയതൊന്നും കളയാതെ, ആ അലാറം മാറ്റാതെ തുടർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. സഹോദരന്മാർ, 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അബ്ദുറഹീം എന്നു പേരുള്ള ഒരു സഹോദരൻ 18 വർഷമായി ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സഹോദരൻ്റെ ജയിൽ മോചനത്തിനു വേണ്ടി ജീവിത കാലഘട്ടത്തിൽ ജോലിക്കിടയിൽ, ഇവിടെ ഒരു ഓട്ടോ ഡ്രൈവറായിരുന്നു, പ്രവാസിയായി പോയി, ജോലിക്കിടയിൽ ഒരു കയ്യബദ്ധത്തിലൂടെ ഒരു ഭിന്നശേഷിക്കാരൻ കൊല ചെയ്യപ്പെട്ടു. അതിൻ്റെ ശിക്ഷയുടെ ഭാഗമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആ ഭിന്നശേഷിയുടെ കുട്ടി ആവശ്യപ്പെടുന്നത്, ആ കുട്ടിയുടെ ഉമ്മ ആവശ്യപ്പെടുന്നത് ഇന്ത്യൻ മണി 35 കോടിയാണ്. അതിൻ്റെ ശേഖരണവുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ, ഇസ്ലാമിക സംഘടനകൾ, മറ്റ് സംഘടനകൾ, വ്യക്തികളെല്ലാം ഇറങ്ങി നടക്കുകയാണ്. പ്രിയമുള്ളവരെ, സഹോദരങ്ങളെ, നമ്മുടെ പള്ളിയുടെ വകയായി ഒരു തുക കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ സ്റ്റുഡൻസ് വിങ് അതിൻ്റെ ഈ പള്ളിയുടെ ബക്കറ്റ് കളക്ഷൻ അതിനു വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ബോക്സുമായി നിൽക്കും. നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ നൽകുക. നോക്കൂ, ആ മകനെക്കാത്ത് കണ്ണുനീരുമായി വർഷങ്ങളോളം കഴിയുന്ന ഒരു മാതാവുണ്ട്. ആ അവസ്ഥ നമുക്ക് ഓരോരുത്തർക്കും വരുമ്പോൾ എത്ര പ്രയാസമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഇന്നത്തെ ദിവസത്തെ നമുക്കൊരുപാട് നമ്മുടെ പള്ളിക്ക് പണം ആവശ്യമുണ്ടായിട്ട് പോലും നമ്മൾ മാറ്റിവെക്കണം. അത്രയ്ക്ക് ഗൗരവപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഇനി വലിയ ദിവസമൊന്നുമില്ല. പരമാവധി അതുമായി ബന്ധപ്പെട്ട വീഡിയോസും മറ്റും നമ്മൾ ഷെയർ ചെയ്യുക. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, ഈ വർഷം ഹജ്ജിന് പോകാൻ അവസരം ലഭിച്ചവരും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമായി ഒരു ഹജ്ജ് ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 17-ാം തീയതി ബുധനാഴ്ച രാവിലെ 8:30 നഗരൂരുള്ള ക്രിസ്റ്റൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ്
ആ ഹജ്ജ് ക്ലാസ് നടക്കുന്നത്. അൽ ഫലാഹ് എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റാണ് അത് സംഘടിപ്പിക്കുന്നത്. ബഹുമാന്യനായ മക്ക ജാലിയാത്തിൻ്റെ മുൻ പ്രബോധകൻ സലീം സുല്ലമിയാണ് വീഡിയോ പ്രസൻറ്റേഷനോടുകൂടി ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഹജ്ജിനെക്കുറിച്ചൊരു നല്ല കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകും, അതിനെക്കുറിച്ചൊരു അറിവുണ്ടാകും. നമ്മളെല്ലാവരും ഇതിൽ ഹജ്ജ് നിർവഹിച്ചവരുണ്ട്, നിർവഹിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരും കുടുംബസമേതം ഇൻഷാ അല്ലാഹ് 17-ാം തീയതി ബുധനാഴ്ച രാവിലെ 8:30 തന്നെ രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി രജിസ്റ്റർ ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അറിവുകൾ പ്രമാണങ്ങളിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുമുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോയ വീഴ്ചകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഗ്ഫിറത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ടും മറ്റ് അപകടങ്ങൾ കൊണ്ടും ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, അവർക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് ശിഫ നൽകുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് ആ കടം മാറിക്കിട്ടാനുള്ള സഹായം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുൻ ഖരീബുൻ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد.